ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ഇക്കഴിഞ്ഞ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി മലയാളത്തിൻ്റെ ഒരുപാട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പുറത്തു നിന്നുള്ള ഒരു പാസേജാണ് തന്നിട്ടുള്ളത്, അത് വായിക്കാം, എന്നിട്ട് ഉത്തരം എഴുതി കൊടുക്കാം. ജിത്തു ഓട്ട മത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. 3ാമത്തെ മെഡൽ കൂടി ലഭിച്ചാൽ നീയാണ് ഇത്തവണത്തെ ചാമ്പ്യൻ. ജമീല ടീച്ചറുടെ വാക്കുകൾ ഓർത്തപ്പോൾ അവന്റെ മുഖത്ത് സ്വർണ്ണ മെഡൽ തെളിച്ചം. മത്സരം ആരംഭിച്ചു. ശരവേഗത്തിലോടുന്ന അവന് തൊട്ടു മുന്നിലായി ജോസ് ഉണ്ട്. ഫിനിഷിംഗ് ലൈനിനടുത്ത് എത്താറായി. കാണികൾ ഹർഷാരവത്തോടെ കൈയടിക്കുന്നു. പെട്ടെന്നാണ് അവനത് കണ്ടത്. ജോസിന്റെ വേഗത കുറഞ്ഞു വന്ന് അവൻ വീഴാൻ പോകുന്നു. ജിത്തു മറ്റൊന്നും ആലോചിച്ചില്ല. ജോസിനെ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കലിൽ ജോസ് കരുത്ത് വീണ്ടെടുത്ത് ഫിനിഷിംഗ് പോയിന്റും കടന്ന് 1ാമതെത്തി. തൊട്ടു പിറകെ ജിത്തു രണ്ടാമതായും ഫിനിഷ് ചെയ്തു. കാണികൾ ഇരമ്പിയാർത്തു. ജമീല ടീച്ചർ ഓടി വന്ന് ചോദിച്ചു, എന്തു പറ്റി കുഞ്ഞേ? ജിത്തു പറഞ്ഞു, അവൻ വീണു പോയിരുന്നെങ്കിൽ അവന് ഒരു മെഡൽ പോലും കിട്ടില്ലായിരുന്നു ടീച്ചറെ. എനിക്ക് വേറെയും മെഡലൊക്കെ കിട്ടിയല്ലോ. ടീച്ചർ ജിത്തുവിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. വിജയപീഠത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ജോസിനോടൊപ്പം നിന്നുകൊണ്ട് വെള്ളി മെഡൽ സ്വീകരിക്കുമ്പോൾ അവന്റെ മുഖത്ത് തെളിഞ്ഞ വെള്ളി വെളിച്ചം തുരുതുരാ മിന്നിയ ക്യാമറകളുടേതായിരുന്നില്ല, അഭിമാനത്തിൻ്റെതായിരുന്നു. ആ വെളിച്ചത്തിൽ ടീച്ചറുടെ കണ്ണുകൾ നിറയുന്നത് അവൻ അറിഞ്ഞു. അവരുടെ മുഖത്ത് അഭിമാനത്തിന്റെ പുഞ്ചിരി വിടർന്നു. കായികമേളയ്ക്ക് കൊടിയിറങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ സന്തോഷം അല തല്ലുകയായിരുന്നു. അപ്പോൾ കഥ വായിച്ചല്ലോ മക്കളെ. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളുണ്ട്, അത് നോക്കാം. ചോദ്യം എ, കഥയിൽ ജിത്തു അതിവേഗത്തിൽ ഓടിയെന്ന് സൂചിപ്പിക്കുന്ന പദം ഏത്? ശരവേഗത്തിലോടി, അല തല്ലി, ആഞ്ഞുതുള്ളി, ആവേശം തോന്നി. ശരവേഗത്തിലോടി എന്നതാണ്. ചോദ്യം ബി, ഹർഷാരവം എന്ന പദം പിരിച്ചെഴുതിയാൽ ഹർഷം പ്ലസ് രവം, ഹർഷ പ്ലസ് ആരവം, ഹർഷ പ്ലസ് രവം, ഹർഷ പ്ലസ് ആരവം. ഹർഷ പ്ലസ് ആരവം എന്നാണ് ഹർഷാരവം. ചോദ്യം സി, ജമീല ടീച്ചറിന്റെ കണ്ണുകൾ നിറഞ്ഞത് എന്തിനായിരിക്കും? ജിത്തുവിന് വെള്ളി മെഡൽ ലഭിച്ചതുകൊണ്ട്, ജോസ് ജിത്തുവിനെ തോൽപ്പിച്ചതുകൊണ്ട്, ജിത്തുവിന് സ്വർണ്ണ മെഡൽ ലഭിക്കാത്തതുകൊണ്ട്, ജോസ് ജയിക്കാൻ ജിത്തു സഹായിച്ചതുകൊണ്ട്. എന്തുകൊണ്ടാണ് മക്കളെ? ജോസ് ജയിക്കാൻ ജിത്തു സഹായിച്ചതുകൊണ്ടാണ്. ചോദ്യം ഡി, കായികമേളയ്ക്ക് കൊടിയിറങ്ങി. അടിവരയിട്ട പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? കൊടിയിറങ്ങി എന്ന പദം കേട്ടോ. കായികമേള ആരംഭിച്ചു, കായികമേള അവസാനിച്ചു, കായികമേള മാറ്റിവെച്ചു, കായികമേളയ്ക്ക് കൊടി കൊട്ടി. കായികമേള അവസാനിച്ചു എന്നതാണ് കൊടി ഇറങ്ങി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ഇ, വെള്ളി മെഡൽ സ്വീകരിക്കുമ്പോൾ അവന്റെ മുഖത്ത് തെളിഞ്ഞ വെള്ളി വെളിച്ചം അഭിമാനത്തിൻ്റെതായിരുന്നു. അടിവരയിട്ട പദങ്ങളുടെ ശരിയായ അർത്ഥം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ഇപ്പൊ വെള്ളി മെഡൽ, വെള്ളി വെളിച്ചം, രണ്ടും രണ്ടാണല്ലേ. അത് നോക്കൂ, വെള്ളി കൊണ്ടുണ്ടാക്കിയ മെഡൽ, വെള്ളി കൊണ്ടുണ്ടാക്കിയ വെളിച്ചം, വെള്ളി പോലുള്ള മെഡൽ, വെള്ളി പോലുള്ള വെളിച്ചം. ഇതിൽ വെള്ളി മെഡൽ എന്ന് വെച്ചാൽ എന്താണ്? വെള്ളി കൊണ്ടുണ്ടാക്കിയ മെഡലാണ് അല്ലെ. വെള്ളി വെളിച്ചം എന്ന് പറയുമ്പോഴോ വെള്ളി പോലുള്ള വെളിച്ചം അല്ലെ, വെള്ളിയുടെ തിളക്കം പോലുള്ള വെളിച്ചം. അപ്പൊ ഇതിൽ ഓപ്ഷൻസ് വരുന്നത് 1ഉം 2ഉം ശരി, 2ഉം 4ഉം ശരി, 1ഉം 4ഉം ശരി, 2ഉം 3ഉം ശരി. വെള്ളി കൊണ്ടുണ്ടാക്കിയ മെഡലും വെള്ളി പോലുള്ള വെളിച്ചവുമാണ് ശരി. അപ്പൊ 1ഉം 4ഉമാണ് ശരി. പ്രവർത്തനം 2, ഡയറി തയ്യാറാക്കാം. ജിത്തുവിന്റെയും ജോസിന്റെയും ഓട്ട മത്സരം കണ്ട നിങ്ങൾ അന്നേ ദിവസം എഴുതുന്ന ഡയറി തയ്യാറാക്കൂ. ഡയറി എഴുതുമ്പോൾ ദിവസവും തീയതിയും എഴുതി കൊടുക്കണം. ഇന്ന് സ്കൂളിൽ കായികമേളയുടെ അവസാന ദിവസമായിരുന്നു. എല്ലാ കുട്ടികളും ഏറെ വാശിയോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. കൂട്ടത്തിൽ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയത് ജിത്തുവാണ്. അവൻ ചാമ്പ്യനാവുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അവൻ അതിന് സാധിക്കുമായിരുന്നു. എന്നാൽ ഓട്ട മത്സരത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ നേരം വീണു പോവാറായ ജോസിനെ അവൻ ചേർത്ത് പിടിച്ചു. അങ്ങനെ ജോസ് 1ാമതും അവൻ 2ാമതുമായി. കായികമേളയുടെ അവസാന പ്രസംഗത്തിൽ ജമീല ടീച്ചർ ജിത്തുവിനെ പ്രത്യേകം അഭിനന്ദിച്ചു. സ്വന്തം വിജയം നോക്കാതെ കൂട്ടുകാരന്റെ വിജയത്തിലേക്കുള്ള വെളിച്ചമായ ജിത്തുവിനെ എല്ലാവരും കയ്യടിയോടെ അംഗീകരിച്ചു. ശരിക്കും അവൻ നല്ലൊരു കുട്ടിയാണ്. പ്രവർത്തനം 3, ചിഹ്നം ചേർക്കാം. ചക്ക, മാങ്ങ, പപ്പായ തുടങ്ങി നാടൻ പഴങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് ടീച്ചർ ക്ലാസ് എടുത്തത് ഓർത്തു നിൽക്കുകയായിരുന്നു അപ്പു. എന്ത് നല്ല മാമ്പഴം നിനക്ക് വേണോ? റാഫിയുടെ ചോദ്യം അവനെ ചിന്തയിൽ നിന്നുണർത്തി. മുകളിൽ നൽകിയ വാക്യങ്ങളിൽ ഉചിതമായ ചിഹ്നം ചേർത്ത് എഴുതൂ. എങ്ങനെ എഴുതാം മക്കളെ? ചക്ക, മാങ്ങ, പപ്പായ. ചക്ക, മാങ്ങ കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ എന്ത് ഇട്ട് കൊടുക്കുക? ഒരു കോമ ഇട്ട് കൊടുക്കണം അല്ലെ. അടുത്തത് പറയാണ്. അപ്പൊ ചക്ക, മാങ്ങ, പപ്പായ.
തുടങ്ങി നാടൻ പഴങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് ടീച്ചർ ക്ലാസ് എടുത്തത് ഓർത്തു നിൽക്കുകയായിരുന്നു അപ്പു. ആ അപ്പു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക. എന്ത് നല്ല മാമ്പഴം, നിനക്ക് വേണോ? അപ്പോൾ അവിടെ ഒരാൾ പറയുന്ന ഡയലോഗ് ആയതുകൊണ്ട് നമ്മൾ ഡബിൾ അപ്പോസ്ട്രോഫി, മുകളിലുള്ള 2 അപ്പോസ്ട്രോഫി ഉണ്ട്, അത് ഇട്ട് കൊടുക്കണം അല്ലെ. ആ ഡയലോഗ്, ആ പറയുന്ന വാക്യം കഴിയുന്നത് വരെ അതിട്ട് കൊടുക്കണം. തുടക്കത്തിലും അവസാനത്തിലും അതിട്ട് കൊടുക്കണം. ഇപ്പം എന്ത് നല്ല മാമ്പഴം, മാമ്പഴത്തിന്റെ രുചിയെ വിശേഷിപ്പിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് പറയുകയാണ്. അപ്പൊ എന്ത് നല്ല മാമ്പഴം, ആ മാമ്പഴം കഴിഞ്ഞിട്ട് നമ്മളൊരു അത്ഭുത ചിഹ്നം ഇട്ട് കൊടുക്കണം. നിനക്ക് വേണോ, അതൊരു ചോദ്യമാണ്. അപ്പൊ നിനക്ക് വേണോ എന്ന് കഴിഞ്ഞിട്ടതൊരു ചോദ്യചിഹ്നം, ക്വസ്റ്റ്യൻ മാർക്കും ഇട്ട് കൊടുക്കണം. റാഫിയുടെ ചോദ്യം അവനെ ചിന്തയിൽ നിന്നുണർത്തി. ചിന്തയിൽ നിന്നുണർത്തി എന്ന് കഴിഞ്ഞിട്ട് എന്താണ്, അവസാനിക്കുകയാണ് സെന്റൻസ്. അതുകൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക. പ്രവർത്തനം 4 എയും ബിയും ചോദ്യങ്ങളുണ്ട്. 4A B എന്നിങ്ങനെ 2 പ്രവർത്തനങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. കത്ത് തയ്യാറാക്കാം. കുഞ്ഞുണ്ണിയുടെ മീൻകുഞ്ഞുങ്ങൾ എന്ന കഥയിലെ ചിണ്ടൻ തന്റെ ചിന്നു തത്തയെ കൂട് തുറന്ന് പറത്തി വിട്ടത് വായിച്ചില്ലേ? അങ്ങനെ സ്വതന്ത്രമായ ആകാശം തിരിച്ചു കിട്ടിയ ചിന്നു തത്ത കാട്ടിലെ തന്റെ കൂട്ടുകാരുടെ അടുത്തെത്തി. അവൾ സന്തോഷ സൂചകമായി ചിണ്ടന് കത്തെഴുതി. എങ്ങനെയായിരിക്കാം ആ കത്ത് എഴുതിയിട്ടുണ്ടാവുക? നിങ്ങൾ എഴുതി നോക്കൂ. കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും വേണം. സ്ഥലം പച്ചക്കാട്, തീയതി 19/3/2026. പ്രിയപ്പെട്ട ചിണ്ടന്, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്കിവിടെ വളരെ സന്തോഷമാണ്. ആ കൂട്ടിലടച്ചിരുന്നപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരെയും ഈ വലിയ ആകാശത്തെയും ഒരുപാട് മിസ് ചെയ്തിരുന്നു. എന്നാൽ എന്നെ സ്നേഹത്തോടെ കൂടി തുറന്നു വിട്ട നിന്റെ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ മാഞ്ചോട്ടിലും പുഴയ്ക്കരികിലും ഒക്കെ പാറി നടക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഈ ആകാശം എത്ര മനോഹരമാണെന്നറിയാമോ? എങ്കിലും നിന്നെയും നിന്റെ സ്നേഹത്തെയും ഞാൻ എന്നും ഓർക്കും. വല്ലപ്പോഴും പറന്നു വരുമ്പോൾ ഞാൻ നിന്നെ കാണാൻ വരാം കേട്ടോ. എന്നെ സ്വതന്ത്രയാക്കിയതിന് ഒരിക്കൽ കൂടി നന്ദി. സ്നേഹപൂർവ്വം, നിന്റെ സ്വന്തം ചിന്നുതത്ത. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം. ക്രിക്കറ്റ്, കബഡി, ഫുട്ബോൾ, വോളിബോൾ, വടംവലി തുടങ്ങി നിരവധി കളികൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കളിയിലെ ചലനങ്ങളും ആവേശകരമായ നിമിഷങ്ങളും ഉൾപ്പെടുത്തി മറ്റുള്ളവർക്ക് കൂടി കളി അനുഭവവേദ്യമാകുന്ന തരത്തിൽ ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കൂ. അപ്പൊ എന്താ മക്കളെ ദൃക്സാക്ഷി വിവരണം? നമ്മൾ ഇംഗ്ലീഷിൽ കമന്ററി എന്ന് പറയും. നിങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പൊ അയാൾ അങ്ങനെ ചെയ്യുകയാണ്, ഇങ്ങനെ ചെയ്യുകയാണ്, അത് 6 ആയി, അത് 4 ആയി, അല്ലെങ്കിൽ അത് ഗോളായി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ്, അങ്ങനെ പറയുന്നതാണ് ദൃക്സാക്ഷി വിവരണം. അതാണ് നിങ്ങളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആ രീതിയിൽ വേണം എഴുതാൻ. മനസ്സിലായോ? അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എഴുതുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു പോയ തരത്തിൽ എഴുതരുത്. അതാ അയാൾ പോവുകയാണ്, അതാ അയാൾ ഇങ്ങോട്ട് വരികയാണ് എന്നൊക്കെയുള്ള രീതിക്ക് വേണം എഴുതാൻ. നമുക്കതൊന്ന് എഴുതി നോക്കാം. നമസ്കാരം. ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. ഇന്നത്തെ മത്സരം പാന്തേഴ്സ് ക്ലബും ടസ്കേഴ്സ് ക്ലബും തമ്മിലാണ്. കളി തുടങ്ങുന്ന വിസിൽ മുഴങ്ങി. പന്ത് പാന്തേഴ്സ് ക്ലബ്ബ് മിഡ്ഫീൽഡർ കൃഷ്ണൻ കൈക്കലാക്കി മുന്നോട്ട് കുതിക്കുന്നു. മികച്ചൊരു പാസ്. അത് അവരുടെ സ്ട്രൈക്കർ രാഹുലിലേക്ക്. രാഹുൽ പന്തുമായി ഗോൾ പോസ്റ്റിലേക്ക് കുതിക്കുന്നു. ടസ്കേഴ്സ് ക്ലബിന്റെ ഡിഫൻഡർമാർ അവനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷെ രാഹുൽ അവരെ അനായാസം മറികടക്കുന്നു. അതാ രാഹുലിന്റെ ശക്തമായൊരു ഷോട്ട്. ഗോൾ കീപ്പർ ചാടി പന്ത് തടയാൻ ശ്രമിക്കുന്നു. പക്ഷെ പന്ത് വലയിലേക്ക്. ഗോൾ! പാന്തേഴ്സ് ക്ലബിന്റെ ആദ്യ ഗോൾ. കാണികൾ ആവേശത്തിൽ ആർപ്പു വിളിക്കുന്നു. കളി വളരെ ആവേശകരമായി പുരോഗമിക്കുന്നു. അപ്പൊ ഇതൊരു, ഞാൻ ഫുട്ബോളിനെ ബേസ് ചെയ്തിട്ട് ചെറിയൊരു കമന്ററിയാണ് തന്നിട്ടുള്ളത്. ഇതുപോലെ വേണം എഴുതി കൊടുക്കാൻ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാട്ടോ നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, നല്ലതുപോലെ മനസ്സിലാക്കുക. കൂടുതൽ ചോദ്യ പേപ്പറുകൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്